നമസ്കാരം. കേരള പി എസ് സിയുടെ 10th ലെവൽ മെയിൻസിനോടനുബന്ധിച്ച് നമ്മൾ നടത്തി വരുന്ന സീരീസിന്റെ 15ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. 15 എപ്പിസോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 150 ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുവാണ് എന്നാണ് എൻ്റെ അർത്ഥം. ഈ 150 ചോദ്യങ്ങളിൽ നിങ്ങൾ ആദ്യത്തെ എപ്പിസോഡിൽ നിന്നും 150ലേക്ക് അല്ലെങ്കിൽ ഈ 15ാമത്തെ എപ്പിസോഡിലേക്ക് എത്തുമ്പോൾ നിങ്ങൾക്കുണ്ടായ മാറ്റങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾ 1, 2, 3 എപ്പിസോഡൊക്കെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കിട്ടാത്ത ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനലൈസ് ചെയ്യുക. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് കമൻറ്റുകളായിട്ട് നിങ്ങൾ പറയുകയും ചെയ്യുക. കാരണം ആ ഒരു വ്യത്യാസം ഇല്ല എങ്കിൽ നമ്മൾ ഈ 15 എപ്പിസോഡ് ചെയ്തിട്ട് യാതൊരു ഉപയോഗവും ഇല്ല എന്നുള്ളതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾക്കത് ഉണ്ടായില്ല എങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് അടിച്ച് മതിയാക്കി പോവുകയല്ല ചെയ്യേണ്ടത്. നമുക്കത് എങ്ങനെ ഇനിയും ക്ലാരിഫൈ അല്ലെങ്കിൽ ഇനിയും ക്ലിയർ ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആലോചിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറയാം, നിങ്ങൾക്ക് മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല, ഇപ്പോഴും സെയിം ടൈപ്പ് ചോദ്യങ്ങൾ തന്നെ നമുക്ക് വന്നിട്ടും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. മീൻസ് കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട് എങ്കിൽ, പറ്റുന്നില്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പറയുക, നമുക്കത് ക്ലിയർ ചെയ്യണം. എക്സാമിന് മുമ്പ് തന്നെ നമുക്കിതെല്ലാം ക്ലിയർ ചെയ്ത് വേണം എക്സാം ഹാളിലേക്ക് കയറാൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ 10 ചോദ്യങ്ങളിലേക്ക് പോവാം. എല്ലാ എപ്പിസോഡിലും പറയുന്ന പോലെ സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്ന് കൂടി കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നേരെ ക്വസ്റ്റ്യൻസിലേക്ക്. അടുത്ത ചോദ്യം 0.458 എന്ന് പറയുന്നതിനെ നമുക്ക് എങ്ങനെ എഴുതാന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷനിലേക്ക് നമ്മൾ നോക്കണ്ട, എല്ലാം 10ന്റെ പവേഴ്സ് ആയിട്ട് അങ്ങ് എഴുതിക്കുന്നുണ്ടോ, ഓപ്ഷൻ 10ന്റെ പവേഴ്സ് ആയിട്ട് എഴുതാം. അപ്പോൾ നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കാണ്ട് നമുക്ക് ആൻസർ അങ്ങ് എഴുതാം. എന്നിട്ട് ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം. അതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലാതെ ഇവരോട് നോക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമുക്ക് പോകും. അപ്പോൾ ഈ ശ്രദ്ധിക്കേണ്ട കാര്യം ഡെസിമലിന് ശേഷം വരുന്ന നമ്പേഴ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലേ. 458 അല്ലേ, അങ്ങനെയല്ലേ ക്വസ്റ്റ്യൻ? അതെ. അപ്പോൾ നമ്മൾ എപ്പോഴും നോക്കേണ്ട എങ്ങനെയാ, ഈ ഡെസിമലിന് മുൻപ് വരുന്ന നമ്പർ എങ്ങനെ, 1, 10, 100, അങ്ങനെ നമ്മൾ അതിന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അല്ലേ. ഇനി ഇവിടേക്ക് വരുമ്പോൾ ഡെസിമലിന് ശേഷം വരുന്ന നമ്പറിന്റെ പ്ലേസ് വാല്യൂ എങ്ങനെ, 1/10, 1/100, 1/1000 ഇങ്ങനെയാണ് പോകുന്നത്. നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. ഡെസിമലിന് ശേഷം വരുമ്പോൾ വരുന്നത് എങ്ങനെയാണ്, 1/10, 1/100, 1/1000 ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 4ന്റെ പ്ലേസ് വാല്യൂ 1/10 ആണ്. സോ നമുക്ക് ഇത് എങ്ങനെ എഴുതും, നമ്മൾ നമ്പർ ആക്കുന്നത് എങ്ങനെയാ, 4 × 1/10 പ്ലസ് 5 × 1/100 പ്ലസ് 8 × 1. ഇത് നമ്മൾ നേരത്തെ നമ്പേഴ്സ് ഒക്കെ എടുത്തപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. നമ്മൾ ക്ലിയർ ആയിട്ട് എല്ലാം വ്യക്തമായിട്ട് ഒരുപാട് എലാബറേറ്റ് ചെയ്ത് പറഞ്ഞ കാര്യം തന്നെയാണ്. അപ്പോൾ 0.458 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതും, പ്ലേസ് വാല്യൂ കൊടുത്തു, പ്ലേസ് വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 4 × 1/10, 5 × 1/100, 8 × 1/1000. ഇനി നോക്കിയേ, 10 എന്ന് പറഞ്ഞാൽ എന്താ, 10⁻1 എന്നല്ലേ. നമുക്ക് അതിനെ മുകളിൽ കൊണ്ടുപോകുമ്പോൾ എന്താവും, 4 × 10⁻−1. കാര്യം താഴെയുള്ളതിന്റെ പവർ മുകളിൽ പോകുമ്പോൾ നെഗറ്റീവ് ആവും, നെഗറ്റീവ് പോസിറ്റീവ് ആവും. ഇനി പ്ലസ് 5 × നമുക്ക് എങ്ങനെ എഴുതാം, 1/100 എന്ന് പറഞ്ഞാൽ 1/10ന്റെ സ്ക്വയർ അല്ലേ, പ്ലസ് 8 എന്ന് പറഞ്ഞാൽ എന്താ, 1/10ന്റെ ക്യൂബ് അല്ലേ, ശരിയല്ലേ. ഇതിനെ നമുക്ക് മുകളിൽ കൊണ്ടുപോകാം. 4 × 10⁻⁻, അതുപോലെ കിടക്കട്ടെ, 5 × 10⁻² പ്ലസ് 8 × 10⁻3. കാര്യം താഴെയുള്ള പോസിറ്റീവ് സാധനം മുകളിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും, നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ഇതിങ്ങനെ ഒരു ആൻസർ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതായിരിക്കും ഏറ്റവും ബെറ്റർ, 4 × 10⁻−1. നോക്കിയേ, ഇതാണ് ആൻസർ. 4 × 10⁻1, 5 × 10⁻2, 8 × 10⁻3. ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ശരി. ഒറ്റയാണെന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഒറ്റയാൻ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതിനകത്ത് 353 ആണ് ഇതിന്റെ ആൻസർ. കാരണം അത് മാത്രമാണ് ഇതിനകത്ത് പ്രൈം നമ്പർ എന്നത്. അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് 353 കണ്ടുപിടിക്കുക ഇച്ചിരി പാട് തന്നെയാണ് ഈ ക്വസ്റ്റിനകത്ത്. കാര്യം 319നെ നമുക്ക് 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 319നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഡിവൈഡ് നോക്കിയാൽ 319/11, 2 11 22, 99 9 11 അല്ലേ. അപ്പോൾ അതൊരു കോമ്പോസിറ്റ് നമ്പർ, ഭാജ്യസംഖ്യയാണ്, അഭാജ്യ സംഖ്യയല്ല. 323 അത് നമുക്ക് നോക്കാം. 323നെ നമുക്ക് 19 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 19 കൊണ്ട് ഡിവൈഡ് ബൈ 19 നോക്കാം. ഒരു 19 133 ആണ്. 133ൽ 7 19 133. സോ ഡിവൈഡ് ചെയ്യാൻ പറ്റും, അതൊരു ഭാജ്യസംഖ്യയാണ്. 353 ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 357നെ 7 5 12 3 15 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കാര്യം അക്കങ്ങളുടെ തുക 3ന്റെ ഗുണിതമായതുകൊണ്ട് തന്നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു കൊച്ചു ബുദ്ധിമുട്ടുള്ള ചോദ്യമാണ്, നമുക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് ഫീൽ ചെയ്യാം, അങ്ങനെയുള്ള ചോദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് 353 എന്ന് കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ട്. കാരണം 353 ഏതെങ്കിലും മൾട്ടിപ്പിൾ ആണോ, നമ്മൾ ഇതിപ്പോൾ നോക്കിയേ 19ന്റെ മൾട്ടിപ്പിൾ നമ്മൾ നോക്കേണ്ടി വന്നു, അല്ലെങ്കിൽ 17ന്റെ മൾട്ടിപ്പിൾ നമ്മൾ നോക്കേണ്ടി വന്നു, ശരിയല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇനിയും അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ടി വരും. വലിയ സംഖ്യകളുടെ സാധാരണ വലിയ സംഖ്യകൾ ചോദിക്കാത്തതാണ്, വലിയ സംഖ്യകളിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ വലിയ സംഖ്യകൾ ചോദിക്കുമ്പോൾ 353 നമ്മൾ ഒരുപാട് സമയം എടുക്കും ചെക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അത് നമ്മൾ എങ്ങനെയെങ്കിലും ഓവർകം ചെയ്തെടുത്താലേ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ചോദ്യം തന്നെയാണ്.
നോക്കാം. അടുത്തെന്താ 2, 6, 12, 20. നോക്കാം. 2-ന്റെ 4 കൂട്ടി 6, 6-ന്റെ 6 കൂട്ടി 12, 12-ന്റെ 8 കൂട്ടി 20, 20 എത്ര ആയിരിക്കും കൂട്ടണം? 10 ആയിരിക്കും കൂട്ടണത്. 10 കൂട്ടുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 30 കിട്ടും. ശരിയല്ലേ? 30. സോ 30-ന്റെ എത്ര കൂട്ടണം? 30-ന്റെ 12 കൂട്ടും. ശരിയല്ലേ? അപ്പൊ എത്ര കിട്ടും ആൻസർ? ആൻസർ ഈസ് 30 എന്നാണ് പറയുന്നത്. സമയം 6:30. മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തമ്മിലുള്ള കോണളവ്. നമ്മൾ ഒരുപാട് ചെയ്ത ചോദ്യമാണ് അല്ലേ? നമുക്ക് 6:30 പെട്ടെന്ന് നമുക്ക് ചെയ്യാം. എങ്ങനെ നമ്മൾ ഇപ്പോഴത്തെ എല്ലാ എപ്പിസോഡിലും നമ്മൾ പറയുന്ന ചോദ്യമാണ്. എന്താ ചെയ്യാം? 6-ന് അതുപോലെ നമ്മൾ താഴേക്ക് ഇറക്കി എഴുതും. 30-നെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം എപ്പോഴാണ്? മിനിറ്റ് സൂചി 30 എന്ന് പറയുന്നത് എപ്പോഴാണ്? നമ്മൾ 6-ൽ നിൽക്കുമ്പോഴാണ് അല്ലേ? അപ്പൊ ക്ലോക്കിനകത്ത് മിനിറ്റിനെ സൂചിപ്പിക്കുന്ന അക്കം അത് 6 തന്നെയാണ്. 30 6 തന്നെയാണ്. അത് എഴുതി. ഇവിടെ 20 ആയിരുന്നെങ്കിൽ 4 എഴുതിയേനെ. കാര്യം 20 എന്ന് പറയുന്നത് 4-ൽ നിൽക്കുമ്പോഴല്ലേ നമ്മൾ 20 എന്ന് പറയുക. 5-20 എന്ന് പറയുമ്പോൾ 5-ലും 4-ലും നിൽക്കുമ്പോഴാണ്. അപ്പൊ അത് നമ്മൾ എഴുതി. ഇത് തമ്മിൽ മൈനസ് ചെയ്യണം. അതിനെ എന്തോ തന്നെ ആയിക്കോട്ടെ അതിന് 30 കൊണ്ട് ഗുണിക്കണം. എല്ലാ ക്വസ്റ്റിനും 30 കൊണ്ടാണ് ഗുണിക്കുന്നത്. പ്ലസ് പിന്നെ ചെയ്യേണ്ടത് മിനിറ്റ് എത്രയാണോ അതിന്റെ പകുതി കൂട്ടുക. മിനിറ്റ് 30 അല്ലേ? അതിന്റെ പകുതി 15. അത് കൂട്ടി. അപ്പൊ 6 - 6 0. 0 × 30 ഇത് മൊത്തം 0 ആയി പോയി. മൊത്തം 0 ആയി. ബാക്കി എത്രയാ? 15. സോ ആൻസർ ഈസ് 15 ഡിഗ്രി. ആൻസർ 15 ഡിഗ്രി ഉണ്ടോ നോക്കാം. 15 ഡിഗ്രി. 15 ഡിഗ്രി. ഇത്രേ ഉള്ളൂ. അടുത്തത് എന്താണ് നമുക്ക് പറയേണ്ടത്? ദിശയുമായി ബന്ധപ്പെട്ട ചോദ്യം. അപ്പൊ നമുക്ക് ആ ചോദ്യം നോക്കാം. ഫിഗർ വരച്ച് തന്നെ നമുക്ക് നോക്കാം. ഒരാൾ 2 കിലോമീറ്റർ വടക്കോട്ട് നടന്ന ശേഷം 7 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. വീണ്ടും വടക്കോട്ട് 3 കിലോമീറ്ററും ശേഷം 5 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. ആദ്യ സ്ഥാനത്ത് നിന്നും എത്ര അകലെയാണ്? നമുക്ക് ഇതിന്റെ ദിശകൾ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യാം. എന്താ ദിശ എന്ന് പറഞ്ഞാൽ ഇതാണ് ദിശ അല്ലേ? ഇതിങ്ങോട്ട് വടക്ക്, ഇത് തെക്ക്, ഇത് കിഴക്ക്, ഇത് പടിഞ്ഞാറ്. സോ നോക്കാം നമുക്ക് എന്താ പറയണ്ടേ? ഒരാൾ 2 കിലോമീറ്റർ വടക്കോട്ട് നടന്നു. സോ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു വിചാരിക്കാം. അദ്ദേഹം 2 കിലോമീറ്റർ വടക്കോട്ട് നടന്നു. ഇത് 2 കിലോമീറ്റർ ആണ്. അവിടെ എന്ത് ചെയ്തു? 7 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പൊ ഇങ്ങോട്ട് 7 കിലോമീറ്റർ. കിഴക്ക് ഇങ്ങോട്ടല്ലേ? അപ്പൊ 7 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു. ഇനി എന്താ പറയാ? അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് 3 കിലോമീറ്റർ നടന്നു. അപ്പൊ വടക്കോട്ട് നടന്നപ്പോൾ ഇങ്ങോട്ട് 3 കിലോമീറ്റർ നടന്നു. ശരിയല്ലേ? 3 കിലോമീറ്റർ. ശേഷം 5 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. അപ്പൊ അവിടെ നിന്ന് 5 കിലോമീറ്റർ ഇങ്ങോട്ട് നടന്നു. അല്ലേ പറയുന്ന? അപ്പോൾ 5 കിലോമീറ്റർ കിഴക്കോട്ട് നടന്നു. ഇനി പറയുന്നത് നോക്കാം നമുക്ക്. വീണ്ടും കിഴക്കോട്ട് നടന്നു. ആദ്യ സ്ഥാനത്ത് നിന്നും ഇതിപ്പോ എത്ര അകലെയാണ് എന്നാണ് ചോദ്യം. ഈ അകലമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ജസ്റ്റ് താഴേക്ക് നിന്ന് മാറ്റി വരയ്ക്കാം. ഇത്രയും ഫിഗർ അവിടെ പോയതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് 2 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി. പിന്നെ അവിടെ നിന്ന് 7 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി. ദെൻ അവിടെ നിന്ന് 3 കിലോമീറ്റർ മുകളിലേക്ക് പോയി. ദെൻ അവിടെ നിന്ന് 5 കിലോമീറ്റർ റൈറ്റിലേക്ക് പോയി. നോക്കാം. 5 കിലോമീറ്റർ ഇങ്ങോട്ട് പോയി. ഇതാണ് പറഞ്ഞിരിക്കുന്ന ഫിഗർ. അപ്പം ഇവിടെ നിന്നും നമ്മൾ ഇപ്പോൾ എത്ര അകലെയാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ മുതൽ ഇപ്പോൾ നിൽക്കുന്ന ഇതുവരെയുള്ള അകലമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് ജസ്റ്റ് നോക്കാം. നമുക്കിതൊന്ന് ജോയിൻ ചെയ്ത് നോക്കാം. ഇങ്ങനെ ജോയിൻ ചെയ്യാം ഞാൻ. അപ്പോൾ എന്തായി? ഇത് 3 ആയതുകൊണ്ട് ഇത് 3 ആയി. ഇത് 7 ആയതുകൊണ്ട് ഇത് 7 ആയി. ശരിയല്ലേ? 7 ആയി. അപ്പോൾ നോക്കിയേ, ഇത് 7, ഇത് മൊത്തം എത്രയായി? ഇത് മുഴുവൻ എത്രയായിട്ട് മാറും? നമുക്ക് ഈ അകലമാണ് വേണ്ടത്. എന്തോ ആയിക്കോട്ടെ. ഇത് മൊത്തം എത്രയായി? ഈ സൈഡ് മൊത്തം 12 ആയി. കാര്യം ഇത് 7 ആയതുകൊണ്ട് ഇത് 7 ആയിരിക്കും അല്ലേ? സെയിം ആയിരിക്കും. 12 ആയി. ഇത് എന്തായിരിക്കും? ഇത് 3 2 ആയപ്പോൾ ഇത് എന്തായി? 5 ആയി. നമുക്ക് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെ വരയ്ക്കും? ഇതിപ്പോൾ ഇവിടെ ടച്ച് ചെയ്യോ ഇല്ലയോ നമുക്ക് അതൊന്നും അറിയാൻ പാടില്ല. നമ്മളെങ്കിലും ഇങ്ങനെ വരച്ചു. ഇങ്ങനെ വരച്ചു. ചിലപ്പോൾ ടച്ച് ചെയ്യാം, ചിലപ്പോൾ ടച്ച് ചെയ്താൽ പോകും. എനിവേ നമുക്ക് അറിയില്ല. എനിവേ എന്തോ ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിൾ നമുക്കൊന്ന് മാറ്റിയും കൊണ്ട് വരച്ചാലോ? എങ്ങനെയാവും ഫിഗർ? ഇങ്ങനെയാവും ഫിഗർ അല്ലേ? ഇത് മുഴുവൻ 12, ഇത് 7 5 12. ദെൻ അടുത്ത എന്താ വരിക? അടുത്ത വരുന്നത് ഇത് 3 2 എത്രയായി? ഇത് 5 ആയി. നമുക്കിത് ഈ അകലമാണ് വേണ്ടത്. ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ഇത് ഇതിന്റെ കർണമായിരിക്കും. ശരിയല്ലേ? കർണമല്ലേ വേണ്ടത്? കർണം. സോ നമുക്കറിയാം കർണം സ്ക്വയർ ഇസ് ഈക്വൽ ടു പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. പാദം എത്രയാ? പാദം 12. 12 സ്ക്വയർ 144 പ്ലസ് ലംബ സ്ക്വയർ 5ന്റെ സ്ക്വയർ 25. അതായത് 169. എന്ത് ഈസ് ഈക്വൽ ടു? കർണം ഈസ് ഈക്വൽ ടു കർണം സ്ക്വയർ ഈസ് ഈക്വൽ ടു. സോ കർണം എന്തായിരിക്കും? റൂട്ട് ഓഫ് 169, അതായത് 13. സോ എന്തായിരിക്കും അകലം? 13. ഇപ്പൊ എത്ര അകലെയായിരിക്കും? 13 കിലോമീറ്റർ അകലെയായിരിക്കും എന്ന് കിട്ടി. എളുപ്പമുള്ള ചോദ്യമാണ്. അപ്പോൾ ഈ ജോയിന്റ് ചെയ്യുന്ന ഒരു ഐഡിയ ഒക്കെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ അത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് വരാം. അടുത്ത ചോദ്യം 2019 ഏപ്രിൽ 15 തിങ്കളാണെങ്കിൽ 2025 ഏപ്രിൽ 15 ഏത് ദിവസം എന്നുള്ളതാണ്. എളുപ്പമാണ് നമുക്ക് ചെയ്യാൻ. ഇത് 2019 മുതൽ 2025 വരെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കൊരു ജനറലൈസ് നമുക്കൊന്ന് പറയാം, കാര്യം മനസ്സിലാൻ വേണ്ടി. നോക്കിയേ, നമ്മൾ ഒരുപാട് ചെയ്തിട്ടുള്ള ചോദ്യം തന്നെയാണ്. 2019 ഏപ്രിൽ 15 എന്ന് പറയുന്നത് മൺഡേ ആണ്. ശരിയല്ലേ? അപ്പം നമുക്കിനി എത്ര വർഷങ്ങളുണ്ട്? 2020 ഏപ്രിൽ 15 ഉണ്ട്,
2021 ഏപ്രിൽ 15 ഉണ്ട്, 2022 ഉണ്ട്, 2023 ഉണ്ട്, 2024 ഉണ്ട്, 2025 ഉണ്ട്. ഇത്രയും വർഷങ്ങളാണ് നമുക്ക്, അല്ലെ? ഇത്രയും ഗ്യാപ്പ് ഉണ്ട്. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കണ്ടുപിടിക്കുക നമുക്ക് എഴുതിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എല്ലാത്തിലെയും ഏപ്രിൽ 15 കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ഒരു അവസാനം ഏപ്രിൽ 15 നിൽക്കുന്ന, സോ നമുക്ക് എല്ലാത്തിൻ്റെ ഏപ്രിൽ 15 കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകണം. അതായത് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനകത്ത് ലീപ്പ് ഇയറുകൾ ഏതൊക്കെയെന്ന് നോക്കണം, അധിവർഷങ്ങൾ ഏതൊക്കെ. എന്ത് ചെയ്താൽ മതി? 4 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന സംഖ്യകൾ നോക്കിയാൽ അവസാനത്തെ 2 ഡിജിറ്റ് എടുത്ത് നോക്കുക. ഈ രണ്ട് സംഖ്യകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 4 കൊണ്ട് ഹരിക്കാൻ പറ്റും. അപ്പൊ ഇത് ലീപ്പ് ഇയർ ആണ്, ഇതും ലീപ്പ് ഇയർ ആണ്. വേറെ ഒന്നും ലീപ്പ് ഇയർ അല്ല, അധിവർഷമല്ല. അപ്പൊ അങ്ങനെയുള്ള ചോദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട മെത്തേഡ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു 2019 2020 വന്നു, 2019 2020 ഏപ്രിലേക്ക് വരുമ്പോൾ പ്രത്യേകം എന്താണ്? 2000 ഇവിടെ എഴുതാം ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി. ഏപ്രിൽ 15. ഓക്കെ, 2019 2020 ഇടയ്ക്ക് നമ്മൾ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഫെബ്രുവരി വരണുണ്ടോ എന്ന് ചിന്തിക്കുക. നോക്കിയാൽ 2019 2020 2019 ഏപ്രിലാണ്. അപ്പോൾ 2019 ഫെബ്രുവരി ഇവിടെ വരുന്നില്ല, വരുന്നത് 2020 ഫെബ്രുവരി. കാര്യം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 2020 ഫെബ്രുവരി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ലീപ്പ് ഇയറിന്റെ പ്രശ്നം വരുന്നത് ഈ ഗ്യാപ്പിലാണ്. ലീപ്പ് ഇയറിന്റെ പ്രശ്നം വരുന്നത് കാര്യം ഈ 2020 വർഷത്തിൽ ലീപ്പ് ഇയർ ആണ് വരുന്നത്. അങ്ങനെ ലീപ്പ് ഇയർ വരുന്ന വർഷത്തിൽ നമ്മളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഈ ദിവസം എന്താണോ അതിനേക്കാൾ 2 ദിവസം കൂടുതലായിരിക്കും ഈ ലീപ്പ് ഇയറിൽ വരുന്ന ദിവസം. അതായത് മൺഡേ ആണെങ്കിൽ ഇവിടെ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും ഇവിടുത്തെ ഏപ്രിൽ 15. ക്ലിയർ അല്ലേ? ലീപ്പ് ഇയർ ആണ്, അധിവർഷമാണ് വരുന്നതെങ്കിൽ ആ വർഷത്തിൽ ഈ വരുന്ന മൺഡേ ആണെങ്കിൽ ട്യൂസ്ഡേ വെനസ്ഡേ ആയിരിക്കും ഇവിടെ വരുന്നത്. ഇനി 2020 നോക്കിയേ, ഈ ഗ്യാപ്പ് ഒന്ന് നോക്കിയേ. 2020 ഏപ്രിൽ കഴിഞ്ഞു. ഇവിടെ വരുന്ന ഈ ഗ്യാപ്പിൽ വരുന്ന ഫെബ്രുവരി എന്ന് പറയുന്നത് എന്താണ്? 2021 ഫെബ്രുവരി. അത് എന്തല്ല, അത് ലീപ്പ് ഇയർ അല്ല. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു വർഷത്തിന്റെ വ്യത്യാസം. ഇവിടെ വെനസ്ഡേ ആണെങ്കിൽ ഇവിടെ തേഴ്സ്ഡേ ആയിരിക്കും ഏപ്രിൽ 15 വരിക. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്തു പോവുക. ഒരേ വർഷം ഒരേ ദിവസമാണ് വരുന്നതെങ്കിൽ ലീപ്പ് ഇയർ ആണെങ്കിൽ 2 ദിവസം കൂടുകയും സാധാരണ നോർമൽ ഇയർ ആണെങ്കിൽ 1 ദിവസം കൂടുകയും ചെയ്യും. അപ്പൊ അതിനും നമ്മൾ നിൽക്കണം, നമുക്ക് എളുപ്പത്തിൽ പോവാം. നോക്കിയേ, ഇവിടെ 2 ദിവസം കൂടും. ഇവിടെ ഇത് നോർമൽ ഇയർ ആണ്ട് 1 ദിവസം കൂടും. ഇത് നോർമൽ ഇയർ 1 ദിവസം കൂടും. ഇത് നോർമൽ ഇയർ 1 ദിവസം കൂടും. പിന്നെ ഈ ഗ്യാപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ലീപ്പ് ഇയർ വരുന്നുണ്ട്, 2 ദിവസം കൂടും. ഇവിടേക്ക് വരുമ്പോൾ വീണ്ടും നോർമൽ ഇയർ 1 ദിവസം കൂടും. സോ ഇതാണ് നമുക്ക് വേണ്ടത്, ഏപ്രിൽ 15. ഈ ഡേ ആണ് നമുക്ക് വേണ്ടത്. 2025 ഏപ്രിൽ 15 വേണ്ടത്. ഒന്ന് കൂട്ടി നോക്കാം സംഖ്യകൾ. 2 1 3 4 4 5 5 2 7 1 8 8 വരുന്നത്. ഇനി നമുക്കറിയാം 8 നമ്മൾ എന്ത് ചെയ്യുക? 8നെ 7 കൊണ്ട് ഹരിക്കുക. 1 7 7. ബാലൻസ് എത്രയാ? ബാലൻസ് 1. ബാലൻസ് 1 നമ്മൾ എന്ത് ചെയ്യും? ഈ മൺഡേയോടൊപ്പം ഈ തന്നിരുന്ന ദിവസം ഏതാണോ അതോടൊപ്പം 1 കൂട്ടിയാൽ മതി. മൺഡേ പ്ലസ് 1 ട്യൂസ്ഡേ. ചൊവ്വാഴ്ചയായിരിക്കും എന്തെന്ന് പറയുന്നത് 2025 ഏപ്രിൽ 15 എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിൽ അപ്പോൾ ഇത്രയും എഴുതാതെ നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ വർഷങ്ങൾ മാത്രം എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക? വർഷങ്ങൾ എഴുതി നോക്കിയിട്ട് ലീപ്പ് ഇയർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ ലീപ്പ് ഇയറിൽ 2 കൊടുക്കുക, ബാക്കി എല്ലാത്തിനും 1 കൊടുക്കുക, കൂട്ടുകാർ ആഡ് ചെയ്യുക. സിമ്പിൾ പരിപാടി. ഇങ്ങനെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. എളുപ്പമാണേ. അടുത്തത് 2 സംഖ്യകളുടെ തുക 15, വ്യത്യാസം 1. സംഖ്യകളുടെ ഗുണനഫലം എന്ത് എന്നാണ് ചോദ്യം. സംഖ്യകളുടെ ഗുണനഫലം വേണമെങ്കിൽ സംഖ്യകൾ കിട്ടണം. കിട്ടിയാൽ മാത്രമേ നമുക്ക് ഗുണിക്കാൻ പറ്റൂ. ഇതുപോലത്തെ ഒരുപാട് തവണ നമ്മൾ പറഞ്ഞാണ്. സിമ്പിളായിട്ട് സെക്കൻഡുകൾ കൊണ്ട് ചെയ്യാൻ പറ്റും. എങ്ങനെയാ? 2 സംഖ്യകളുടെ തുക 15, വ്യത്യാസം 1. വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? തുകയും വ്യത്യാസവുമാണ് തരുന്നതെങ്കിൽ അതിൽ വലിയ സംഖ്യ കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ കൂട്ടുക. 15 1 16, അതിന്റെ പകുതി എടുക്കുക 8. അപ്പോൾ ഒരു സംഖ്യ 8, വലിയ സംഖ്യ 8. ഇനി ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഇത് തമ്മിൽ കുറയ്ക്കുക. 15 - 1 14, പകുതി എടുക്കുക 7. ഇത്രേ ഉള്ളൂ. അപ്പോൾ വലിയ സംഖ്യ തുകയും വ്യത്യാസവും തന്നിരുന്നാൽ വലിയ സംഖ്യ കിട്ടാൻ എന്ത് ചെയ്യണം? സംഖ്യകൾ തമ്മിൽ കൂട്ടി പകുതി എടുക്കണം. ഇനി ചെറിയ സംഖ്യ കിട്ടാൻ സംഖ്യകൾ തമ്മിൽ കുറച്ച് പകുതി എടുക്കണം. കഴിഞ്ഞു. 8 × 7 ഗുണനഫലത്തിൽ ചോദിച്ചേക്കുന്ന സംഖ്യകളുടെ 8 56 ആയിരിക്കും ആൻസർ. ഉണ്ടോ നോക്കിയേ? 56 ഉണ്ട്, അതാണ് ആൻസർ. അടുത്തത് ബോട്ട് മാസ്റ്ററിലെ ചോദ്യം. സിമ്പിൾ ചോദ്യം. എന്താ നോക്കിയേ? ഡിവിഷൻ ആദ്യം ചെയ്യും അല്ലേ? 36/4 9 ആയി. 9 × 3 27 ആയി. അപ്പോൾ ഇത്രയും പാർട്ട് അങ്ങ് പോയിട്ട് എന്തായിട്ട് മാറി? 27. 36/4 9. 9 × അടുത്ത ഇൻറ്റു അല്ലേ ചെയ്യേണ്ടത്? 27. 27 - 9. 27 - 9 എത്രയാ? നമുക്ക് വേണമെങ്കിൽ പോസിറ്റീവ് കൊണ്ട് വേണ്ട. 27 - 9 18. 18 + 2 20. സോ ആൻസർ ഈസ് 20. ഒന്നും പറയാനില്ല, എളുപ്പത്തിൽ ജെ സ്പീഡിനാണ് പറഞ്ഞത്. അടുത്തൊരു ചോദ്യത്തിലേക്ക് വരാം. 0.01നെ 1/1000 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? നമുക്കിത് ചെയ്യാൻ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നറിയാവോ? നമുക്ക് ഈ 0.01നെ അങ്ങ് ഫ്രാക്ഷൻ ആക്കാം, ഭിന്നസംഖ്യാ രൂപത്തിൽ. ഭിന്നസംഖ്യ ആക്കുമ്പോൾ എന്താ വരിക? 0.01 എന്ന് പറഞ്ഞാൽ 2 1 2 ദശാംശങ്ങളിൽ കിടക്കുന്ന ദശാംശം അങ്ങ് കളയുക. കളയുമ്പോൾ എത്രയായി? 0 1 എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ സംഖ്യ 1 ആണ്. 1 എത്ര ദശാംശങ്ങളുണ്ട്? 1 2 സ്ഥാനം. അപ്പോൾ 1/100. കണ്ടോ? ഇതാണ് സംഗതി.
ഇത്രയേ ഉള്ളൂ. എന്താ ചെയ്യുക? ദശാംശം കളയുക, അപ്പോൾ ബാക്കിയുള്ള സംഖ്യ എടുക്കുക. ഇപ്പോൾ ഇവിടെ പോയിന്റ് 0 ഉണ്ടായിരുന്നെങ്കിൽ 2 എന്ന് എടുക്കുക, 2/100 എന്ന് എടുക്കും. എത്ര ദശാംശം? 1, 2 ദശാംശം, 3 ദശാംശം ഉണ്ടെങ്കിൽ ബൈ 1000 എന്നിട്ടേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്തെടുക്കാം? 1/100. ഇതിനെ എത്ര കൊണ്ട് ഹരിക്കണം എന്നാണ് പറയുന്നത്? 1/1000 കൊണ്ട് ഹരിക്കണം, ഡിവൈഡ് ബൈ 1/1000. അല്ലെങ്കിൽ ബൈ താഴെ ഇട്ട് എഴുതാം. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് തന്നെ. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ഭിന്നസംഖ്യയിൽ ഹരിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ എഴുതും, ഹരണം മാറ്റി ഗുണനമാക്കും. ഈ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിക്കും, അതായത് 1000/1 എഴുതും. കണ്ടോ? വിൽക്രമം കൊണ്ട് ഗുണിക്കും, വിൽക്രമം കൊണ്ട് ഗുണിക്കും. ഇതാ ഈ 2 0 2 0 വെട്ടിപ്പോയി, ബാക്കി എത്ര? 1 × 10 10. താഴെ 1 അല്ലേ? സോ ആൻസർ ഈസ് 10. 10 ആണ് ആൻസർ. കൊണ്ടോ നോക്ക്, ഓപ്ഷൻ 10 ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. എന്തെങ്കിലും സംശയം നിങ്ങൾക്ക്, ഞാൻ എളുപ്പമായതുകൊണ്ട് പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കാം, നമുക്ക് പറയാം. സമയം 6:45. പ്രതിബിംബത്തിലെ സമയമുണ്ട്. നമുക്കറിയാം പ്രതിബിംബത്തിലെ സമയം നമ്മൾ എന്താ ചെയ്യുക? 11:60 നിന്നും ആ തന്നിരിക്കുന്ന സമയം അങ്ങ് മൈനസ് ചെയ്യുക. 6:45 എന്താ വരിക? 5 ഇതിന് 1 ശരിയല്ലേ? 11 6 കുറച്ചാൽ 5. 5:15 ആണ് സമയം. 5:15 5:15 സമയം. ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ ചെയ്യുക. അപ്പോൾ 10 ചോദ്യങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു എന്ന് തോന്നുന്നു ഇന്ന് നമ്മൾ ചെയ്ത 10 ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എനിവേ ഈ ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, നമ്മൾ ഇത്രയും 15 എപ്പിസോഡ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, അതായത് 150 ചോദ്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ ഈ 150 ചോദ്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ആദ്യത്തിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ, മീൻസ് മാറ്റം ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ്? ആദ്യം നിങ്ങൾക്ക് കിട്ടാതിരുന്ന ചോദ്യത്തിൻ്റെ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ വരുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ നോക്കുക. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പറ്റുന്നില്ല, ഇപ്പോഴും ശരിയാവുന്നില്ല, എന്തോ ആയിക്കോട്ടെ, നെഗറ്റീവോ പോസിറ്റീവോ എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നമുക്കത് ക്ലിയർ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും വേണം. ശരി, നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് വേണ്ടി വീണ്ടും അടുത്ത ദിവസം വിടുക.